രാവിലെ കിച്ചണിലെ ഈ കിളിവാതിലൊക്കെ ഒന്ന് തുറക്കുമ്പോഴാണ് എൻ്റെ കിച്ചണത്തെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാട്ടോ. അങ്ങനെ ഐശ്വര്യമായിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് പിന്നെ നമ്മുടെ പതിവ് ചായ അത് ഞാൻ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് തയ്യാറാക്കി വെച്ചിരിക്കണം കേട്ടോ. അങ്ങനെ ചായ റെഡിയാക്കി പഞ്ചസാര ഇടാൻ നോക്കുമ്പോഴാണ് പഞ്ചസാര കുപ്പി ഇന്നലെ കഴുകാൻ തീരുമാനിച്ചു വെച്ച കാര്യം ഓർമ്മയത്. അപ്പോൾ പിന്നെ വേഗം അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. ഈ കുഴച്ചുകൊണ്ടിരിക്കുന്നത് പുട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് നമ്മൾക്ക് അമൃതം പൊടി കൊണ്ടാണ് പുട്ടുണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ പെട്ടെന്നാണ് പുട്ട്. അപ്പൊ പിന്നെ തള്ളൊക്കെ എവിടുന്നാ വരുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്ന് ഈ കുട്ടിക്ക് പരീക്ഷയൊക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതൊക്കെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് ഇവിടെ ഇരുന്നിട്ട്. അപ്പൊ ഇന്ന് രാവിലത്തെ കാര്യം ഒരിത്തിരി ബിസിയാണേ. നമ്മള് ചായക്കടി ഉണ്ടാക്കണം, പിന്നെ ഓലെ ഒന്ന് ശ്രദ്ധിക്കും വേണം. ഒരു 7 മണിയായാൽ ഓല് മദ്രസ പോയാൽ പിന്നെ നമുക്ക് ഫ്രീ ടൈമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പഞ്ചസാര കുപ്പി ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളും മക്കൾ മദ്രസക്കൊക്കെ പറഞ്ഞയച്ച് ഞാനിതാ ഒന്ന് ഫ്രീ ആയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇതാ കെട്ടിയാനും പോവാനുള്ള സമയമായിക്കണേ. അങ്ങേരെയും കൂടി പറഞ്ഞയക്കട്ടെ. അങ്ങേരെ പറഞ്ഞയച്ചു. ഇനിയിപ്പോൾ വലിയ തിരക്കൊന്നുമില്ല. സാവധാനം നമ്മൾ പ്രകൃതി രമണിയൊക്കെ ഒന്ന് കണ്ടിട്ട് ആസ്വദിച്ച് അങ്ങോട്ട് അകത്ത് കയറാം. നമ്മൾ സ്പൈഡർ പ്ലാന്റിൽ പുതിയ പൂമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിലൊരു കുഞ്ഞു വെള്ള പൂവുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി. നമ്മളെ പ്രകൃതിയിൽ ഇങ്ങനെ മഞ്ഞ് മൂടി പുതച്ച് കിടക്കുന്ന ചേമ്പിലുകളും ഒക്കെ ഒന്ന് തൊട്ടും തലോടിയും തഴുകിയും ഞാനങ്ങനെ നടന്നു. നമ്മളെ മാവുമ്മലുണ്ടല്ലോ പുതിയ തളിരിലകളൊക്കെ വന്ന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. വാവ്, അടിപൊളി. അതിലേക്ക് കുറച്ച് മാങ്ങയും കൂടി വാണേന്നുല്ലേ, എന്നാ പിന്നെ ഇരട്ടി ഭംഗീകാരം. നമുക്കിവിടെ മുമ്പ് ഒരു വലിയൊരു പപ്പായ മരം ഉണ്ടായിരുന്നു. ആ മരപ്പല്ല കേട്ടോ, ഇതതിൻ്റെ കുട്ടികളോ പേരക്കുട്ടികളൊക്കെയാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു 2-3-4 ആളുണ്ടായിന്. അപ്പോൾ ഒന്നിലിതാ ചെറിയ പപ്പായകളൊക്കെ ഉണ്ടായി തുടങ്ങിക്കണേ. കയ്യെത്തുന്ന ദൂരത്താണ് കേട്ടോ. ഇനി ഇവലൊക്കെ ഒന്ന് വലിയതായിട്ട് വേണം ഇതൊക്കെ പറിക്കണതൊക്കെ വീഡിയോ എടുത്ത് ഒന്ന് ഷൈൻ ചെയ്യാൻ. പിന്നെ പുതുതായി വളർന്നു വന്ന കമ്മൽ ചെടികളൊക്കെ പോയി യാതൊരുവിധ ദയാദാക്ഷിണ്യം അല്ലാതെ എൻ്റെ കൈക്കരുത്തിൽ ഞാനതൊക്കെ പറിച്ചതാ കയ്യിലാക്കിക്കണം കേട്ടോ. ഡെയിലി ഒന്നും എനിക്കിങ്ങനെ പുറത്തു കൂടെ ഇറങ്ങി പ്രകൃതിക്കൊന്നും ആസ്വദിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. പക്ഷേ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇറങ്ങും കേട്ടോ ഞാൻ. അപ്പോൾ അതിനൊരു സന്തോഷവും സമാധാനവും റിലാക്സ് ഒക്കെ കിട്ടാനുണ്ട്. അതൊക്കെ അനുഭവിച്ച് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയുള്ള പണിക്കൊക്കെ ഞാനും ഇറങ്ങി തുടങ്ങിയത് കേട്ടോ. പോരിൻ്റെ വൈക്കൽ നമ്മൾ ചൊറിയണം കണ്ടപ്പോൾ അതാ പൂവൊണ്ടൊന്ന് ചൊറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ പൂവോണ്ടല്ല കൈകൊണ്ട് ചൊറി, അപ്പം കാണാൻ വിവരം എന്ന് ചൊറിയണം തിരിച്ചും പറഞ്ഞിട്ടുണ്ടേനി. എന്തായാലും ഇന്ന് കൈക്കരുത്ത് ഇവിടെ കാണിക്കണില്ല. ഞാൻ വല്ല അവിടുന്ന് സ്കൂട്ടായിട്ടോ. അങ്ങനെ ചൊറിയണത്തിനോടുള്ള ചൊറിച്ചിൽ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാ കുറച്ച് ഉറുമ്പും കൂട്ടങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ടേനെ. അതിൽപ്പെട്ട ഒരാൾ ഇതാ ക്യാമറയിൽ പെടാതെ ഓടി രക്ഷപ്പെടാൻ നിൽക്കേനെ. എന്നെ വെറുതെ വിടൂ, ഞാൻ എനിക്ക് നിങ്ങൾ ക്യാമറയിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ 2 ആള് നല്ലേൽക്കിന് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടു. ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോൾ 2 ആള് തെറ്റിപ്പിരിഞ്ഞ് 2 വൈക്കായി. ഓലെ പിരിച്ച സന്തോഷത്തിൽ ഞാൻ